ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയാം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ കൂട്ടുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഈ ഒരു മരം, ഇത് ജാതി മരം കേട്ടോ. ഇത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വാപ്പ നട്ട മരമാണ്. അപ്പോൾ ഞാൻ വളർന്ന് വലുതായി പോത്തായി, പക്ഷേ ഇത് വളരാണ്ട് കുള്ളൻ തൈയായിട്ട് ഇങ്ങനെ നിൽക്കാമായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കൊണ്ടാണ് ഇതിപ്പോൾ വളർന്ന് വലുതായത്. ഇപ്പോൾ നിറച്ച് കായ്കളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതും ഇപ്പോൾ എന്നെപ്പോലെ പോത്തായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കുരുവുണ്ട്, ജാതിക്ക കുരു. അപ്പോൾ അത് കറക്റ്റ് കിട്ടണമെങ്കിൽ അത് ജാതിക്ക മൂത്ത് അത് പൊട്ടി പിളർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കുരു നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്നം. പക്ഷേ ഇത് മൂക്കാത്തൊരു കുരു ഞാൻ വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് പറിച്ചെടുത്തതാട്ടോ. പക്ഷേ ഞാൻ മൂത്ത കുരുവിന് വേണ്ടി ഇങ്ങനെ നോക്കി നടക്കായിരുന്നു. സീസൺ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ മൂത്ത കുരുക്കൾ അങ്ങനെ കിട്ടാനുണ്ടായില്ല. അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തപ്പിയപ്പോൾ കുറച്ച് ഒരു 2 മൂത്ത കുരു കിട്ടി കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നട്ട്സൊക്കെ പോലെയാണ്. ഇത് കുരുവാണെങ്കിലും ഇതിൻ്റെ പുറത്ത് ഒരു മുട്ടത്തൊണ്ട് പോലത്തെ ഒരു തൊണ്ടുണ്ട്. ആ തൊണ്ട് കുത്തി പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആണ് ഇതിൻ്റെ ശരിക്കും പരിപ്പിരിക്കുന്നത്. ആ പരിപ്പാണ് മെഡിസിൻ ആവശ്യത്തിന് ഒക്കെ യൂസ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലേഡീസ് ആയിക്കോട്ടെ മെൻസ് ആയിക്കോട്ടെ അവരുടെയൊക്കെ ഫേസിൽ ഇങ്ങനെ പിമ്പിൾസ് വരും, അതിൻ്റെ പാട്. പിന്നെ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഫേസിൽ ഈ കരിമംഗലമൊക്കെ വരും. അപ്പോൾ അതൊക്കെ ക്ലിയറായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി ടിപ്പായിട്ടാട്ടോ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ സാധനമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്, ഈ ജാതിക്കയുടെ ഈ ഒരു പരിപ്പ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 2 തരത്തിൽ സ്കിന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരുണ്ട്, ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നല്ല പച്ച പാലെടുക്കുക. ആ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ പരിപ്പ് ഡിപ്പ് ചെയ്തിട്ട് ഒരു കല്ലിൽ ഒന്ന് അരച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലെന്ന് പറയുമ്പോൾ നമ്മൾ പിമ്പിൾസ് എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിമ്പിൾസോ പാട് അതുപോലെ ഈ കരിമംഗലമൊക്കെ ഉള്ളിടത്തൊക്കെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് തൈരാണ് നല്ലത്. തൈരിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കല്ലിൽ ഉരച്ച് വെച്ച് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഫേസിൽ പാടുള്ളിടത്ത് മാത്രമല്ല, നമുക്കിപ്പോൾ മൊത്തം അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് സ്കിന്നിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കൊരു തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് സ്കിന്നിൽ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യം ഒരിക്കലുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ജാതിക്കയുടെ ഈ കുരു എന്ന് പറയുന്നത് ഒരു മെഡിസിനാണ്. നമ്മളിപ്പോൾ പലതരം മെഡിസിനിലൊക്കെ ചേർക്കുന്ന ഒരു കൂട്ടാണ് ഇത്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന നല്ല റേറ്റുള്ളൊരു സാധനമാണ് നമ്മുടെ ജാതിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങളിപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിത് 2-3 ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ മാറ്റം വന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആക്കിയത്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ലേഡീസ് മാത്രമല്ല മെൻസും അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അവരുടെ ഫേസിലൊക്കെ ഇതുപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ പാടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നാണ്, ലോക പരാജയം കേട്ടോ എൻ്റെ സ്കിന്ന്. നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത ഫുഡൊന്നും ഒരുപാട് കഴിക്കാൻ പാടില്ല. അതുപോലെ ഒരുപാട് ക്രീംസ്, അങ്ങനെ കണ്ട ക്രീംസ് ഒന്നും അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു ഫേസാണ്, ഒരു സ്കിന്നാണ് കേട്ടോ എൻ്റേത്. അപ്പോൾ എല്ലാം അങ്ങനെ മാച്ചാവില്ല എൻ്റെ സ്കിന്നിന്. അപ്പോൾ ഞാൻ ഇത് 2 ദിവസം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു ചെറിയ റിസൾട്ട് വന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു.